ഹലോ അഫീസ്നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ഗ്രീറ്റിംഗ് കാർഡ്സ്. ഇത് ഇപ്പോൾ ഒന്നും കിട്ടിയിട്ടുള്ളത് അല്ല കേട്ടോ. ഞാൻ 4ാം ക്ലാസ് മുതലുള്ളപ്പോഴത്തെ ഗ്രീറ്റിംഗ് കാർഡുകൾ ഞാൻ സൂക്ഷിച്ചെടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതേ ഫസ്റ്റ് ഇത് ന്യൂ ഇയറിന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. സ്നേഹപൂർവ്വം അപ്പു അമ്മായിയുടെ മോനാണ്, അബുഷർ എന്നാണ് പേര്. അപ്പോൾ അവൻ എനിക്കും ആച്ചുവിനും കണ്ട അമ്മായിക്കും അഫിത്താക്കും ആച്ചുവിനും ചിന്നുമോൾക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് അവൻ ഇടയ്ക്ക് കാർഡുകൾ അയക്കാറുണ്ട് കേട്ടോ. അമ്മായിയുടെ മോൻ, വാപ്പിച്ചിയുടെ സിസ്റ്ററിൻ്റെ മോൻ. അപ്പോൾ ഒരു മ്യൂസിക്കും ഒരു ലൈറ്റൊക്കെ കത്തിയിരുന്നൊരു ഗ്രീറ്റിംഗ് കാർഡാണ് ഇത്. ഏകദേശം കൊല്ലം പറയുകയാണെങ്കിൽ ഒരു 2006 ആയൊരു സമയം കേട്ടോ. പിന്നെ ഈ ഒരു കാർഡ് അത് ചിന്നുവിൻ്റെ കൂട്ടുകാരത്തി തന്ന കാർഡെണ്ണമുണ്ട്. എനിക്ക് തന്ന കാർഡാണ് അത് കേട്ടോ. ഹന്നത്ത് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു, അവൾ തന്ന കാർഡാണ്. അപ്പോൾ അതിൽ ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവരെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ പേരൊക്കെയാണ് എഴുതിയിരിക്കണത്. ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ആ ഒരു ഇത് വാട്സപ്പ് മെസ്സേജിന് കിട്ടൂല. വാട്സപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോഴത്തെ ആ ഒരു ഇതുള്ളൂ, നമ്മൾ ക്ലിയർ ചെയ്ത് കളയും. പിന്നെ നമ്മളത് എടുത്ത് നോക്കണൊരു സംഭവമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഫേവറേറ്റ് ആക്കിയാലും നമ്മളതെടുത്ത് നോക്കൂല. പിന്നെ ഇത് ഫാബ്രിക് പെയിൻറ്റിങ് പഠിക്കാൻ പോയിരുന്നു ഇവിടെ അംഗൻവാടിയിൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു പേപ്പറാണ് കേട്ടത്. പിന്നെ അഫി, ആച്ചു ആൻഡ് ചിന്നു ഫ്രം അപ്പു. വീണ്ടും അപ്പുവിൻ്റെ ഗ്രീറ്റിംഗ് കാർഡ്. അപ്പു അയക്കും, ഞങ്ങൾ ഇടയ്ക്ക് അയക്കുള്ളൂ കേട്ടോ. അവനെന്നാലും കൃത്യമായിട്ട് അയക്കാറുണ്ട്. ഇതും പുതുവത്സരാശംസകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാർഡ്. അങ്ങനെ എന്തപ്പോൾ ഇങ്ങനെ ഗ്രീറ്റിംഗ് കാർഡുകൾ കാണിച്ചിങ്ങനെ വെറുപ്പിക്കണമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ അത് പോസിറ്റീവായിട്ട് എടുക്കുന്നവരുണ്ടാവും. കാരണം എനിക്ക് കാർഡ് അയച്ചിട്ടുള്ള ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരെങ്കിലും ഒന്ന് സന്തോഷിക്കുമല്ലോ, ഇവളിപ്പോഴും ഇതൊക്കെ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ട്. പിന്നെ ഇതൊരു ബർത്ത്ഡേ കാർഡാണ് കേട്ടോ, ബർത്ത്ഡേ കാർഡാണ് ഇത്. ഞാൻ വാപ്പിച്ചിക്ക് വേണ്ടിയിട്ട് വാങ്ങിയാണ്. ഞാൻ 5th പഠിക്കുമ്പോൾ ഞാൻ വാങ്ങിയാണിത്. അവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാപ്പിച്ചിയുടെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിയിട്ട് വാപ്പിച്ചിക്ക് കൊടുത്തതാണ്. വാപ്പിച്ച എന്നോട് തന്നെ സൂക്ഷിച്ചെടുത്ത് വെച്ചോളാൻ പറഞ്ഞിട്ട് കണ്ട എൻ്റെ കയ്യിൽ തന്നെ തന്നിട്ട് ഞാനങ്ങനെ അവിടെ എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ അതും ഒരു ഓർമ്മയാണ്, അല്ലാതെ ഒരു ഓർമ്മ തന്നെ. എല്ലാ കാർഡുകളും എല്ലാ ഓട്ടോഗ്രാഫുകളും നമുക്ക് എന്നും നല്ലൊരു ഫീലിംഗ് ആണ് എല്ലാതും. പിന്നെ ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നിട്ടുള്ള കാർഡാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു 6th 7th പഠിക്കുമ്പോൾ തന്നിട്ടുള്ളതാണ്. റഫിയ. ഹായ് അഫ്ര, യുവർ ബെസ്റ്റ് ഫ്രണ്ട് റഫിയ. ഓരോ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വരുമ്പോൾ നമുക്ക് ഗ്രീറ്റിംഗ് കാർഡ് വാങ്ങിക്കാനുള്ള ഒരു ഓട്ടം അല്ലേ കടകളിലേക്ക്. പിന്നെ ഈ ഒരു കാർഡ് കണ്ടോ, ഇത് ഞാൻ 5th പഠിക്കുമ്പോഴത്തെ കാർഡ് തന്നെ. CAD മൂസ ട്രെൻഡിങ് ആയൊരു ഫിലിം ട്രെൻഡിങ് ആയിരുന്നു. അപ്പം ഞാനിതാർക്കോ വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി വാങ്ങിയാണ്. പക്ഷേ ഞാനത് കൊടുത്തില്ല. എനിക്ക് അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഭാവന ദിലീപൊക്കെ നിൽക്കണ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ആർക്കും കൊടുത്തില്ല. പിന്നെ ഇത് അഫ്ര അബ്ദുൽ അസീസ് പള്ളിപ്പറമ്പിൽ ചെലങ്ങാട്. എൻ്റെ അഡ്രസ്സൊക്കെ എഴുതിയിട്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട് അൽസിമി തന്ന കാർഡാണ് കേട്ടത്. അൽസിമി തന്ന കാർഡിൽ ഞാൻ തന്നെ ഒരു വിക്രിയപ്പണി ചെയ്ത് വെച്ചാണ്. അതിൻ്റെ ഉള്ളിൽ എൻ്റെ തന്നെ ഒരു പഴയ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ട് മുറിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള പണിയാണ്. അൽസിമി ഇത് കാണുന്നുണ്ടാവോ? ഈ ഫോട്ടോയിലെ ആൾ ഞാൻ തന്നെ കേട്ടോ. LKG എടുത്ത ഫോട്ടോ ആണ്. പിന്നെ ഇതാ വീണ്ടും ന്യൂ ഇയറിൻ്റെ ഒരു കാർഡ്. ഇത് അവൻ തന്നെ പെയിൻറ്റ് ചെയ്ത് ഒരു പിക്ചർ ഒട്ടിച്ചതാണ്. ഇതും അപ്പു തന്നെ അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. അഫ്രത്ത, ഹാരിസ്, ചിന്നുമോൾ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് സുഖം തന്നെ അല്ലേ. അവർ ബഹ്റൈനിലുള്ളപ്പോഴും സെൻഡ് ചെയ്യാറുണ്ട്, ഇതുമാതിരി നാട്ടിലുള്ളപ്പോഴും അയച്ചു തരാറുണ്ട്. അപ്പു വീഡിയോ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനിതുമാതിരി കുറേ പേർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എനിക്ക് വാങ്ങണേലും കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കി കൊടുക്കാനായിരുന്നു. പിന്നെ ഈ ഒരു കാർഡ് ഇതുപോലെ എന്തോ ക്രിസ്മസ് ഫ്രണ്ട് എടുത്തപ്പോൾ തന്നെ എനിക്ക് എന്നെ ഫ്രണ്ടായിട്ട് കിട്ടിയ ആരോ തന്നതാണ്. അതിൽ പേരൊന്നും എഴുതിയിട്ടില്ല, അത് കാരണം എനിക്ക് ഓർമ്മയില്ല. കാരണം ഓരോ ക്ലാസ്സിലും നമുക്ക് അങ്ങനെയല്ലേ, നമുക്ക് ഒരാൾ തരുന്നത് നമ്മളൊരാൾക്ക് കൊടുക്കണം, നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റൂലല്ലോ. പിന്നെ ഇതൊരു അജ്ഞാതമായിട്ട് വന്ന കാർഡാണ് കേട്ടോ. ഞാൻ ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു കാർഡ് വന്ന് ഫ്രം CAD മൂസ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് മാമയും അമ്മായും കൂടെ ഞങ്ങൾക്ക് അയച്ചാണ്. എൻ്റെ മാമയും അമ്മായും കൂടിയിട്ട് അയച്ചു തന്ന കാർഡാണ്. തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ചിന്നുവിനും അഫിക്കും ആച്ചുവിനും ഞങ്ങളുടെ പുതുവത്സരാശംസകൾ മാമ അമ്മായി. മുത്തു സബീന. പിന്നെ ഇത്
ഇതുപോലെ ഗിഫ്റ്റ് ന്യൂ ഇയർ ഫ്രണ്ട് കൊടുക്കുമ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഡിഗ്രിക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളതാണിത്. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള കാർഡാണ്. ഒരുവിധം അല്ലാതെ ഉണ്ടാവും. ഇത് എനിക്ക് വാപ്പിച്ച് അയക്കാറുള്ള കാർഡാണ്. വാപ്പിച്ച് കാർഡും കത്തൊക്കെ അയക്കാറുണ്ട് ഞാൻ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിങ്ങനെ പോസ്റ്റലായിട്ട് അയക്കണതാണ് ഗൾഫിൽ നിന്ന്, ദുബായിൽ നിന്ന് അയക്കണതാണ്. കണ്ട അതിൻ്റെ മുകളിൽ അഫീമോൾക്ക് ഈദാശംസകളും ജന്മദിനാശംസകളും നേരുന്നു വാപ്പിച്ചി ദുബായ്. അഫ്ര ഹിറ ഇംഗ്ലീഷ് സ്കൂൾ 5th പഠിക്കുമ്പോഴത്തെ കയ്പമംഗലം. ആ ഒരു പോസ്റ്റായിട്ട് സ്കൂളിലേക്ക് വന്നതാണത്. അപ്പോൾ സ്കൂളിൽ ഇങ്ങനെ ആയിമാരിങ്ങനെ കൊണ്ടുതരും, അങ്ങനെയാണ്. അതുപോലെ കത്തും അയക്കാറുണ്ട് കേട്ടോ, കുറേ കത്തുകൾ അയച്ചിട്ടുണ്ട്. സെയിം അതുപോലെ എഴുതി റിപ്ലൈയും അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അതൊക്കെ രസമായിരുന്നു. ആർക്കായാലും നമ്മുടെ സ്വന്തക്കാർ ഒരുപാട് പേര് അവിടെ ഉള്ളപ്പോൾ അവർക്ക് അയച്ചു കൊടുക്കുക, ഫോട്ടോസ് അയച്ചു കൊടുക്കുക. എന്തൊരു ഇതായിരുന്നു ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കാൻ. ഇപ്പം ജസ്റ്റ് വാട്സപ്പിലൊരു ഫോട്ടോ വിടാതെ നമ്മളെ കയ്യിൽ, പക്ഷെ ഫോട്ടോസ് ഇന്ന് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നു. ഇതും ഇതുപോലെ ഫ്രണ്ട് സെലക്ഷൻ അങ്ങനെ കിട്ടിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. കുറേ കാർഡുകളുണ്ട്. ഇതാരാണ്? ഇത് +1 +2 ഞങ്ങൾ മൊത്തത്തിലാണ് ക്രിസ്മസ് ഫ്രണ്ട് എടുക്കാറ്. ചന്ദ്രാപ്പിനി ഹൈസ്കൂളിലാണ് ഞാൻ +1 +2 പഠിച്ചിരുന്നത്. അപ്പോൾ എന്നെ +1 ഒരു കുട്ടിക്കാണ് കിട്ടിയത്. അങ്ങനെ അവൻ തന്നിട്ടുള്ള കാർഡാണത്. കുറേ കാർഡൊക്കെ ഇതിൽ മിസ്സായി പോയിട്ടുണ്ടാവും കേട്ടോ, ചെറിയ കാർഡൊക്കെ. പിന്നെ എനിക്ക് ഈ ഡിഗ്രിക്ക് കിട്ടിയിട്ടുള്ളൊരു കാർഡാണ്. ഇതൊരു ഹാൻഡ് മെയ്ഡ് കാർഡാണ്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ആതിരയുടെ അനിയത്തി ചെയ്താണ് ഈ ഒരു കാർഡ് കേട്ടോ. അപ്പം എൻ്റെ ബർത്ത്ഡേക്ക് അവർ തന്നതാണിത്. എന്തായാലും കുട്ടി ചെറിയതായാലും എഫേർട്ട് എടുത്ത് ചെയ്തതെന്നല്ലേ. ഞങ്ങളുടെ സ്വന്തം അഫിക്ക് അള്ളാഹ് കനിഞ്ഞ് നൽകുന്ന സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടാകുമാവട്ടെ. പിന്നെ ഇതുപോലെ ഇത് ആതിര എഴുതിയാണ് കേട്ടോ. എഴുതിയത് ആതിരയാണ്. അവളെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കാണുമ്പോൾ ഇപ്പോൾ പഴയ ക്ലാസ്സിലൊക്കെ ഓർമ്മ വരുന്നു. അമ്മു, വിഷ്ണു, മഞ്ജു, അച്ചു, ഞങ്ങൾ 4 പേരായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ്. അങ്ങനെ ഇടയ്ക്ക് മാറി മാറി വരും, ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ കയറി വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ആതിരയുടെ വകൊരു ഗ്രീറ്റിംഗ് കാർഡായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കാർഡുകൾ. പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് ക്രിസ്മസ് ഫ്രണ്ടായിട്ട് കിട്ടിയ ആൾക്ക് നമ്മൾ ഇത്തിരി വിലയുള്ള കാർഡ് വാങ്ങിക്കൊടുക്കും. അതല്ലാണ്ട് നമ്മുടെ കൂടെ ഉള്ളവർക്ക് വെറുതെ കൊടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ കുഞ്ഞു കാർഡുകളുണ്ടായിരുന്നില്ലേ, അതൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഇതൊക്കെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ പഴയ ബാഗിലെ പഴയ ഓർമ്മകൾ, പഴയ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിരുന്നത്, അത് വെറുതെ ഇങ്ങനെ എടുത്ത് വീഡിയോ എടുത്താണ് കേട്ടോ. ഇനിയും ഉണ്ട് ഒരുപാട്. അപ്പോൾ കുറച്ച് നേരമെങ്കിലും എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിരുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. പിന്നെ ഈ ഗ്രീറ്റിംഗ് കാർഡ് അയച്ചിരുന്നവരും അങ്ങനത്തെ എന്തെങ്കിലും ഓർമ്മകളുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പേഴ്സണലായിട്ടൊന്നും മെസ്സേജ് അയക്കണ്ട, കമൻ്റായിട്ട് തന്നെ ഇട്ടാൽ മതി. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്